കർത്താവിന് മഹത്വം. നമ്മുടെ ബൈബിൾ ക്ലാസ്സുകളുടെ 5-ാമത്തെ ദിനത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു. ഇന്നും സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കൊലോസ് ലേഖനം 1-ാം അധ്യായം. കൊലോസ് ലേഖനം 1-ാം അധ്യായം, Colossians chapter 1 verse 9 onwards, 9 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചോളൂ. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. മതി. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ് കൊലോസ്യയിലെ വിശ്വാസികളെക്കുറിച്ച്. ഇന്നലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അവസാനിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല, അത് തുടരുകയാണ്. നമ്മളുടെ ഒരു ശ്രേഷ്ഠമായ ഉത്തരവാദിത്വമാണ് ആത്മീക വളർച്ചയിൽ നിന്നും ആത്മീയ പക്വതയിലേക്ക് വളരുക. സ്പിരിച്വൽ ഗ്രോത്ത് ടു സ്പിരിച്വൽ മെച്യൂരിറ്റി. നമുക്ക് ആത്മീക വളർച്ച സ്വർഗത്തിലെ ദൈവം കൃപയാൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇന്നത്തെ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയിൽ നിന്നും നമ്മൾ കയറണമെങ്കിൽ ഈ ഒരു വളർച്ച നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. ആ വളർച്ചയിൽ നമ്മൾ എവിടെ വരെ ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനും നമുക്ക് ഇടയായിത്തീരണം. ആ ആത്മീക വളർച്ചയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു ഇതിന് എതിരായിട്ടുള്ള ഒരു ഫോഴ്സ് നമുക്കുണ്ട്. ഒരു പ്രതിപ്രവർത്തനം, ഒരു എതിർ പ്രവർത്തനം നമുക്കെതിരെ ഉണ്ട്. അപ്പോൾ ആ പ്രവർത്തനത്തിന് എതിരെ നമ്മളുടെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് പൗലോസ് പറയും. അതാണ് ഇന്നലെ രാത്രിയിൽ നമ്മൾ രണ്ടാമതായിട്ട് ചിന്തിച്ചത്. ഗീവ് നോ പ്ലേസ് ടു ഡെവിൾ. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാച് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള 3 മേഖലകളെക്കുറിച്ച് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 32-ാമത്തെ വാക്യം വരെയുള്ള പ്രത്യേക ചില ഭാഗങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മുടെ ആത്മീക സ്വഭാവത്തോടുള്ള ബന്ധത്തിലും നമ്മുടെ ജഡീക സ്വഭാവത്തോടുള്ള ബന്ധത്തിലും വളരെ വിരളമായിട്ട് നമ്മുടെ പ്രാകൃത സ്വഭാവത്തോടുള്ള ബന്ധത്തിലും പിശാച് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള 3 പ്രധാനപ്പെട്ട മേഖലകൾ. അതിൽ 1-ാമത്തേത് അനൈക്യതയാണ്. അത് സ്പിരിച്വൽ ക്യാരക്ടർ, ആത്മീയ സ്വഭാവത്തിൽ വരുന്ന ഒരു വലിയ പ്രയാസമാണ്. അവിടെയാണ് അനൈക്യത. അത് പ്രത്യേകിച്ച് ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്നവരിലാണ് അത് സാധാരണ കണ്ടുവരുന്നത്. പിശാച് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നേതൃത്വ രംഗത്ത് നിന്നും താൻ അകത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. താഴേക്കിടയിൽ നിന്നും അവന് പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ മാത്രമേ ഉള്ളിലേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തലപ്പത്ത് നിന്നും താഴേക്ക് വരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ എഫേസോസിലെ മൂപ്പന്മാരെ മിലേത്തോസിലേക്ക് വിളിച്ചു വരുത്തി തൻ്റെ ഏതാണ്ട് ജീവിതാന്ത്യത്തിൽ മിഷനറി പ്രവർത്തനത്തിൻ്റെ ഒക്കെ അവസാന ഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ ഇതേ സഭ, എഫേസോസിലെ സഭയിലെ മൂപ്പന്മാരോട് പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. നിങ്ങളുടെ ഇടയിൽ കൊടിയ ചെന്നായ്ക്കൾ കടക്കും എന്ന് പറഞ്ഞാൽ മൂപ്പന്മാരുടെ ഇടയിലേക്ക് ദൈവജനത്തെ ആദരിക്കാത്ത എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് എന്തു വന്നാലും ഒരു പ്രശ്നവുമില്ലാത്ത, ഒരു മൈൻഡുമില്ലാത്ത, ഒരു പരിഗണനയുമില്ലാത്ത
അല്ലെങ്കിൽ ഒരു കൂസലുമില്ലാത്ത ആളുകൾ മൂപ്പന്മാരുടെ ഇടയിലേക്ക് കടക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇത് അപ്പോസ്തലനായ പൗലോസ് നേരിട്ട് അല്ലെങ്കിൽ നേരത്തെ തന്നെ അവരെ അറിയിക്കുകയുണ്ടായി. വളരെ കണ്ണുനീരോടുകൂടെ താൻ ആ കാര്യം എഫെസോസിലെ മൂപ്പന്മാരെ താൻ അറിയിക്കുകയുണ്ടായി. അപ്പോൾ എഫെസോസ് സഭയോടുള്ള ബന്ധത്തിലും താൻ ലേഖനം എഴുതുമ്പോഴും ഏറ്റവും ഒടുവിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടങ്ങളായി റോമിലെ കാരാഗൃഹത്തിൽ താൻ കിടന്നുകൊണ്ട് താൻ എഴുതുന്ന ലേഖനമാണ്. അപ്പോൾ താൻ തീർച്ചയായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ ദൈവദാസന്മാരിൽ നിന്നും താൻ കേട്ടതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ താൻ കണ്ടതുകൊണ്ടായിരിക്കണം താൻ ഈ ഒരു മേഖലയിൽ താൻ കൈവച്ചത്. അതായത് അനൈക്യത, ദൈവദാസന്മാരുടെ ഇടയിൽ അനൈക്യത ഉണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സ്പിരിച്വാലിറ്റി എന്നുള്ള ആ ഒരു വിഷയം അതിനോട് ബന്ധിപ്പിച്ച് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷെങ്കിൽ നമ്മുടെയൊക്കെ ചിന്തയിൽ ഈ നേതൃത്വ നിരയിൽ നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ ആത്മീകർ എന്നൊരു ചിന്ത, ഒരു തെറ്റിദ്ധാരണ നമ്മളുടെ ഇടയിലുണ്ട്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെക്കാളൊക്കെ എത്രയോ ആത്മീക പക്വതയിൽ എത്രയോ വിശ്വാസികൾ ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആയിരിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. അപ്പോൾ അത് നമ്മൾ ഒന്ന് തട്ടിച്ച് നോക്കുകയാണെങ്കിൽ പോലും അവരിൽ കാണാത്ത അല്ലെങ്കിൽ അവരിൽ ഇല്ലാത്ത ഈ ആത്മീക സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അടർത്തിയെടുക്കുവാൻ അല്ലെങ്കിൽ കൊണ്ടുവരുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ ഓർത്ത് അവരെ നിങ്ങൾ നോക്കണം എന്നൊക്കെ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസും പറയുന്ന ഇതാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. അപ്പോൾ മനുഷ്യരിൽ നിന്നും ദൈവത്തെങ്കിലേക്ക് വരണം. ആദ്യകാലങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നോക്കുവാൻ ദൈവദാസന്മാരുണ്ട്, യാതൊരു സംശയവുമില്ല. അത് ആദ്യ കാലഘട്ടങ്ങളാണ് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുമ്പോൾ നമുക്കൊരു റോൾ മോഡൽ ഉണ്ടാകും. നമ്മൾ പ്രസംഗിക്കുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മോട്ടിവേറ്റ് ആയിരിക്കുന്ന ഒരുപാട് നമ്മുടെ ഓരോരുത്തർക്കും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്നയാളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെങ്കിൽ ഞാൻ രക്ഷയിലേക്ക് വരില്ലായിരുന്നു, അല്ലെ ഇന്നയാളില്ലായിരുന്നെങ്കിൽ എനിക്ക് ആത്മീകമായിട്ട് മുന്നോട്ട് വരാൻ പറ്റത്തില്ലായിരുന്നു, ഇന്നയാളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വചനം പഠിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു, ഇന്നയാളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ നിലയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ സധൈര്യം മുന്നോട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. അങ്ങനെ അനേക ആളുകൾ നമുക്ക് മോട്ടിവേഷനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ ശുശ്രൂഷകളും കാണുമ്പോൾ അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ, അത് അനുഭവിക്കുമ്പോൾ നമുക്കെപ്പോഴും ഒരു പ്രചോദനം അവരിൽ നിന്നും ഉൾക്കൊള്ളാനായിട്ട് ഇടയായിത്തീരണം. അപ്പോൾ അങ്ങനെ നിന്നാൽ പോരാ, അതൊരു ആത്മീക വളർച്ചയാണ്. അതിനാണ് ഈ ആത്മീക വളർച്ച എന്ന് പറയുന്നത്. എന്നാൽ അത് കൊരിന്ത്യരോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുമ്പോൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുമ്പോൾ നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. അപ്പോൾ അത് മാനുഷികമായ ഒരു നിലയിലാണ് താൻ അവരോട് പറയുന്നത്. ദൈവത്തെ അനുകരിക്കത്തക്ക നിലയിൽ അവർക്ക് ആത്മീക വളർച്ച ഉണ്ടെങ്കിലും ആത്മീക പക്വതയിലേക്കുള്ള വളർച്ച അവർക്ക് കുറവായിരുന്നു. അതുകൊണ്ടാണ് അവരോട് പറയുന്നത് നിങ്ങൾ എന്നെ അനുകരിക്കണം. എന്നാൽ എഫേസോസിലെ വിശ്വാസികൾ അവർ ആത്മീകമായ പക്വതയിൽ വളരുന്നവരാണ്, പക്വതയിലേക്ക് വരുന്നവരാണ്. അതുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ പ്രിയമക്കളെന്ന പോലെ ദൈവത്തെ യു ഹാവ് ടു ഫോളോ ഗോഡ്, അല്ലെങ്കിൽ ജീസസ്, കർത്താവിനെ നിങ്ങൾ അനുകരിക്കണം. അപ്പോൾ ആത്മീയ വളർച്ച എന്ന് പറയുമ്പോൾ വ്യക്തികളെ അല്ലെങ്കിൽ മാനുഷികമായ നിലയിൽ നമ്മൾ ദൈവദാസന്മാരെ നമ്മൾ അനുകരിക്കാനായിട്ട് ശ്രമിക്കും. ആത്മീയ പക്വത എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് ദൈവത്തെ നമുക്ക്, കർത്താവിനെ നമുക്ക് അനുകരിക്കാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമത്തെ എന്ന് പറയുന്നത് അപക്വതയാണ്, പക്വതയില്ലായ്മ, മെച്യൂരിറ്റി ഇല്ലായ്മ. ഇനിയും നമുക്ക് പക്വത ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പക്വത അഭിനയിക്കാറുണ്ടെങ്കിലും, പ്രത്യേകിച്ച് ഈ പക്വത നമ്മൾ അഭിനയിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ ശുശ്രൂഷ രംഗത്തേക്ക് വരുമ്പോഴാണ്. അന്ന് വരെ നമുക്കില്ലാത്ത ഒരു കാര്യം നമ്മളത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ അഭിനയിക്കാനായിട്ട് തുടങ്ങും. വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ പക്വത ഉണ്ടെങ്കിൽ സാരമില്ല, നമ്മുടെ ഹൃദയത്തിൽ ആ പക്വത ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ആത്മീക വളർച്ച ഈ ഒരു ആത്മീക പക്വതയിലേക്ക് വരണം. ഇനി ഞാൻ വായിപ്പിച്ച വേദഭാഗം അത് വലിയൊരു പ്രാർത്ഥനയാണ്. ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇടയിൽ അനൈക്യത, അപക്വത,
അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായിട്ട് ആ പ്രാകൃത സ്വഭാവം ഈ നേതൃത്വ നിരയിലേക്ക് നമ്മളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏത് വിധേനയും നമ്മളെ തകർക്കുന്നതിന് വേണ്ടി ഏത് നിലയിലും അവൻ പ്രവർത്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. അശുദ്ധി അത് നമ്മളുടെ പ്രാകൃത സ്വഭാവമാണ്. ഒരിക്കലും ആ നിലയിലേക്ക്, ആ പരാജയത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതിലേത് കാര്യം നേതൃത്വ നിരയിലോ വിശ്വാസികളുടെ ജീവിതത്തിലോ വന്നു കഴിഞ്ഞാൽ പിശാചിന് ദൈവസഭയിലേക്ക് ഞാൻ എന്നിലൂടെ ഒരു പ്രവേശനം കൊടുത്തു എന്നുള്ളത് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ദൈവസഭയിൽ നമ്മളായിരിക്കുന്നത് എത്ര ഭയഭക്തിയോടെ ആയിരിക്കണം എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ, അതായത് അനൈക്യത, അപക്വത, അശുദ്ധി, ഈ 3 കാര്യങ്ങൾ, അതായത് ഡിസ്യൂണിറ്റി, ഇമ്മാച്യൂരിറ്റി, ഇംപ്യൂരിറ്റി, ഈ 3 കാര്യങ്ങൾ നമ്മളിൽ വരാതിരിക്കണമെങ്കിൽ പിശാചിന് ഒരിക്കലും പറ്റാത്ത 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. പറഞ്ഞു മനസ്സിലായല്ലോ? പിശാചിന് ഒരിക്കലും പറ്റാത്ത, ചെയ്യാൻ പറ്റാത്ത 3 ഗുണങ്ങൾ, 3 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിരുന്നാൽ മതി. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഹ്യൂമിലിറ്റി, താഴ്മ. ഇത് പിശാചിനില്ല. ഇത് പിശാചിന് എത്ര വിചാരിച്ചാലും പറ്റത്തുമില്ല. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് കർത്താവും അപ്പോസ്തലന്മാരും എല്ലാം ഇത് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത്. നമ്മുടെ കർത്താവ് ആ ശിഷ്യന്മാരുടെ, തന്നെ തള്ളിപ്പറയുന്ന, ഒറ്റിക്കൊടുക്കുന്ന, അവരുടെ പോലും കാലുകൾ കഴുകത്തക്ക നിലയിൽ താൻ എന്തിനിത്രയും താണുവെന്ന് ചോദിച്ചാൽ, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ആ താഴ്ച, എവിടെ വരെ താൻ താണു എന്നുള്ളത് ഒരിക്കലും പിശാചിന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു മേഖലയായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് ഈ നേതൃത്വ നിരയിലേക്ക് പുതിയ ശിഷ്യനും അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്, പിശാചിന് വന്ന ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കുന്നതിന്. അപ്പോൾ പുതിയ ശിഷ്യൻ എന്ന് പറയുമ്പോൾ ആത്മീക പക്വതയില്ലാത്ത എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരുപക്ഷെ നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടായിരിക്കാം, ദൈവവചനം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം, ഒരുപക്ഷെങ്കിൽ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ അവതരിപ്പിക്കാൻ ഒരുപക്ഷെങ്കിൽ നമുക്കറിയാമായിരിക്കാം, നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പവർ നമുക്കുണ്ടായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ഭൗതിക മേഖലയിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമുക്കുള്ള എക്സ്പീരിയൻസ്, ഇതൊക്കെ ഒരു പക്ഷെങ്കിൽ നമുക്കുണ്ടായിരിക്കാം. അതൊന്നും ഈ ഒരു നേതൃത്വ നിരയിലേക്ക് വരാൻ ആവശ്യമായ ഗുണഗണങ്ങൾ ആകണമെന്ന് ഇല്ല. പഴയ നിയമത്തിലേക്ക് വന്നാൽ മോശ 40 വർഷം മിസ്രൈമിലെ സകല ജ്ഞാനവും, ഒരു സ്വല്പം പോലും മാറ്റിവെക്കാനില്ല, സകല ജ്ഞാനവും അഭ്യസിച്ച മനുഷ്യനാണ്. എന്നാൽ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് തന്നെ വിളിച്ചു വേർതിരിക്കുമ്പോൾ ഒരു 40 വർഷത്തിൻ്റെ പടവുകൾ താൻ കയറിയെങ്കിൽ ആ 40 വർഷത്തിൻ്റെ പടവുകൾ താഴെ ഇറങ്ങി സീറോയിൽ നിന്ന് മോശയെ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളായിരിക്കുന്ന ഭൗതിക മേഖലകളിൽ നമുക്കുള്ള അനുഭവ സമ്പത്ത്, പരിചയ സമ്പത്ത്, ധനത്തിൻ്റെ ആ ഒരു ആധിക്യം എല്ലാം എന്തോ ആയിക്കൊള്ളട്ടെ, ദൈവിക സന്നിധിയിൽ ഈ ഹ്യൂമിലിറ്റിയിലൂടെ നമ്മൾ താഴേക്ക് വന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം, ഞങ്ങൾ കഴിഞ്ഞ ദിവസവും ഞങ്ങളത് വായിക്കുകയുണ്ടായി. മോശയെക്കുറിച്ച് സ്തെഫാനോസ് പറയുന്നത് ഹി വാസ് സോ എലക്വന്റ് ഇൻ വേർഡ്സ് എന്നാണ് പറയുന്നത്. താൻ വാക്കിൽ സാമർഥ്യമുള്ളവനായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നല്ല വാക്ക് സാമർഥ്യമുള്ള മനുഷ്യനായിരുന്നു ആദ്യത്തെ 40 വർഷം കൊണ്ട്. എന്നാൽ അടുത്ത 40 വർഷമായപ്പോൾ ദൈവം വിളിച്ചപ്പോൾ പറയുകയാണ്, ഞാനൊരു വിക്കനാണെന്ന് പറയുകയാണ്. എങ്ങനെ ആ പ്രോസസ്സിലേക്ക് ദൈവം കൊണ്ടുവന്നു? ഇത് നമ്മൾ ചിന്തിക്കണം. പഴയ നിയമത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ ഈ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്കതൊന്നും പറയാനായിട്ട് എൻ്റെ മുമ്പാകെ സമയമില്ല, നിവൃത്തിയുമില്ല. അപ്പോൾ ആദ്യം വിളിക്കുമ്പോൾ അദ്ദേഹം അതുകൊണ്ടാണ് താൻ ഒറ്റയ്ക്ക് ഒരു മിസ്രയീമിനെ കൊന്ന് കുഴിച്ച് മൂടി എല്ലാം ഞാൻ മിടുക്കനാണെന്ന് കാണിക്കുകയായിരുന്നു. നീ ഇങ്ങനെ കൊല്ലാനായിട്ട് തുടങ്ങിയാൽ, അല്ലെ നീ ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എത്ര നാൾ കഴിയും ഈ ഇസ്രായേൽ മക്കളെ അവിടെ നിന്നൊന്ന് കൊണ്ടുവരാൻ? പക്ഷെ ദൈവം വിതിൻ സെക്കൻഡ് കൊണ്ട്, അല്ലെങ്കിൽ വിതിൻ മിനിറ്റ്സുകൾ കൊണ്ട് എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളെ അല്ലെങ്കിൽ ആളുകളെ കൊന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ടുവരാനായിട്ട് ദൈവത്തിന് കഴിയും എന്നുള്ളത്. അതായത് ദൈവം പറയുന്നത് അനുസരിക്കുവാൻ,
ദൈവം എന്തോ പറയുന്നു. മോശയോട് പറഞ്ഞത്, ഞാൻ നിന്നോട് കൽപ്പിച്ചത് മാത്രം ചെയ്യുക, അങ്ങനെ മാത്രം ചെയ്യാനായിട്ട് നോക്കുക. ആ മരുഭൂമിയിൽ, ഈ മരുഭൂമിയിലെ ഈ കാറ്റടിക്കുമ്പോൾ അവിടെ പിരമിഡുകൾ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്നും അത് നിലനിൽപ്പുണ്ട്, നമുക്ക് പോയി കാണാം. പക്ഷെങ്കിൽ സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ താന് ഒരു വെള്ളിപ്പാത്രം, ഒരു വെള്ളിയുടെ ചുവട് അല്ലെങ്കിൽ താമ്രത്തിൻ്റെ ചുവട്, അതിൽ ഒരു കമ്പ് വെച്ചിട്ട് ചുമ്മാതെ വെച്ച് കെട്ടിയാൽ മതി. നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനത്തെ പ്രമാണം. ഒരു കാരണവശാലും മോശ ഇത് ചെയ്യത്തില്ല. ആദ്യത്തെ 40 വർഷത്തെ എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിൽ. പക്ഷേ അടുത്ത 40 വർഷം കൊണ്ട് താൻ ഹ്യൂമിലിറ്റി, താഴ്മ, അതുകൊണ്ടാണ് ദൈവം തനിക്ക് ഒരു സാക്ഷ്യം കൊടുത്തു. എന്താ പറയുന്നത്? മോശ എന്ന പുരുഷൻ, മോശ എന്ന മനുഷ്യൻ, അവൻ ഭൂതലത്തിലേക്കും വെച്ച് അവൻ ആരായി മാറി? സൗമ്യതയുള്ള മനുഷ്യനായിട്ട് മാറി. തൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ തൻ്റെ സഹോദരി നാത്തൂൻ പോര്, നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടല്ലോ, നാത്തൂൻ പോര്, അളിയൻ പോര്, അമ്മാച്ചൻ പോര്, ഇതൊക്കെ ഇന്ന് സഭയിൽ ഇന്ന് വളരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നടുവിൽ മോശ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സൈലൻ്റ് ആയിട്ടിരുന്ന ഒരു മനുഷ്യൻ. എവിടുന്ന് കിട്ടിയതാ? ഇത് എവിടുന്ന് കിട്ടി? അത് ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ പിശാചിനില്ലാത്ത ഈ ഹ്യൂമിലിറ്റി, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്വീൻ, അവൻ നമ്മളെ ഉയർത്തും. പത്രോസ് പറയുന്ന വാക്കുകളാണ്. അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴ് എന്ത് ചെയ്യണം? താണിരിക്കണം. ദൈവത്തിന് നമ്മളെ ഒന്ന് പ്രോസസ്സ് ചെയ്യുവാൻ, മോൾഡ് ചെയ്യുവാൻ, ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളെ ഉയർത്തുന്ന, ബ്രിങ്ങപ്പ് ചെയ്യുന്ന, ശുശ്രൂഷയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ആ സമയം വരെ കാത്തിരിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷകൾ ചെയ്ത് മുന്നോട്ട് പോകാനിടയായിത്തീരുന്നത്. അല്ലാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും, സ്റ്റെപ്പ് ബാക്കും റിട്ടയറിങ്ങും പെൻഷനിങ്ങും എന്ന് വേണ്ട, ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കുന്ന ആ സമയം, ദാവീദിന്റെ ജീവിതം പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും. പൗലോസ് എത്രയോ വർഷങ്ങൾ, 10 വർഷത്തോളം താൻ തർസൂസിൽ പോയി ഒരു ശുശ്രൂഷയും അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു ശുശ്രൂഷകളും ചെയ്യാതെ താൻ ആ സമയത്തും കർത്താവിൻ്റെ വചനം മറ്റുള്ളവരോട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ദൈവം തന്നെ ഒരുക്കിയ ചില വർഷങ്ങൾ, ഏതാണ്ട് 3-ൽ താഴെ വർഷങ്ങൾ, 3 വർഷമൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, 3-ൽ താഴെ വർഷങ്ങൾ താൻ അറേബ്യയിൽ ദൈവത്തോട്, ദൈവത്തിൻ്റെ മർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ താൻ പഠിച്ച കാര്യങ്ങൾ അതെല്ലാം പുതിയ നിയമസഭയോട് ഒന്ന് രൂപാന്തരപ്പെടുകയാണ്, കൺവേർട്ട് ചെയ്യുകയാണ്. ദൈവസഭയെക്കുറിച്ചുള്ള മർമ്മം, പഴയ നിയമം താൻ ഇതുപോലെ കാണാതെ പഠിച്ച ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ന്യായപ്രമാണം പഠിച്ച ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഹില്ലേൽ, ഗമാലിയേൽ, പൗലോസ്, ഇങ്ങനെ പോകേണ്ടതാണ്. അപ്പോൾ തൊട്ടടുത്തത് ഇദ്ദേഹത്തിനാണ്. പക്ഷെങ്കിൽ ആ മനുഷ്യനെ ഈ നസ്രായനായ യേശുവിൻ്റെ താഴ്മയിലേക്ക് തന്നെ കൊണ്ടുവരുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് ദൈവസന്നിധിയിൽ താണിരിക്കുന്ന ഒരു മനുഷ്യൻ. അതുപോലെ തന്നെ നീ ഇപ്പോൾ ഈ പറയുന്നതൊന്നും ഈ ആളുകൾ കേൾക്കത്തില്ല, അവർ വിശ്വസിക്കത്തില്ല. നിന്റെ ടൈം ആയില്ല, നീ പൊക്കോ, തർസൂസിൽ പൊക്കോ, ഞാൻ നിന്നെ സമയമാകുമ്പോൾ നിന്നെ അവിടെ നിന്നും യെരുശലേമിൽ കൊണ്ടുവരാമെന്നൊന്നും പറഞ്ഞു കാണത്തില്ല. അത് പറയാനും ഒക്കത്തില്ലല്ലോ. കർത്താവിന് മുന്നമേ കാര്യങ്ങൾ അറിയാമല്ലോ. കൃത്യസമയത്ത് എവിടെ കൊണ്ടുവന്ന് എവിടുന്ന് തുടങ്ങണമെന്ന് ഞാൻ നിന്നെ അറിയിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ നമ്മൾ വിവിധ സ്ഥലം സഭകളിൽ നിന്ന്, നമ്മൾ സ്ഥാനീയ സഭകളിൽ നിന്ന് നമ്മൾ ഇന്ന് ഈ ദേശത്തായിരിക്കുകയാണ്. ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ദൈവസഭയ്ക്ക് ഒരു ദോഷവും വരാത്ത രീതിയിൽ നമ്മളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കർത്താവ് വരുന്ന നാളുകളിലും കർത്താവ് നമ്മളെ ഉപയോഗിക്കും. തലമുറകൾക്ക് നമ്മൾ ഒരു അനുഗ്രഹ വിഷയമായിരിക്കും, നമ്മളൊരു മാതൃകയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഹ്യൂമിലിറ്റി. നമ്മളിൽ വളരെ കുറഞ്ഞു പോയിരിക്കുന്ന ഒരു കാര്യമാണ് അന്യോന്യം കീഴ്പ്പെട്ടിരിക്കാൻ. ദൈവസഭയിൽ അത് ഞാൻ വരുന്നുണ്ട്, ഉത്തരവാദിത്തങ്ങളോടുള്ള ബന്ധത്തിൽ ഞാനത് പറയാം. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി, വിശുദ്ധി. അത് പിശാചിനത് പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയണം. നമ്മളെല്ലാം വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെങ്കിൽ
ഞാൻ ഇന്നും ദൈവവചനം വായിച്ചപ്പോൾ ഒരു പ്രത്യേക ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്, വി ഷുഡ് ബി ആൻ എക്സ്ട്രാ മൈൽ ക്രിസ്ത്യൻ. എന്താ അതിന് മലയാളം പറയാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കുക. വി ഷുഡ് ബി ആൻ എക്സ്ട്രാ മൈൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ, ഒരു പുതപ്പ് ചോദിച്ചാൽ രണ്ട്, നിൻ്റെ ഒരു ചകട്ട് അടിക്കുകയാണെങ്കിൽ മറ്റേ ചകിടും കാണിച്ചോളൂ. അപ്പം ഇങ്ങനെ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, അത് എക്സ്ട്രാ മൈൽ ക്രിസ്ത്യനാണ്. ഇത് ആത്മീയ വളർച്ച ഉണ്ടെങ്കിൽ ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് ചെയ്യാൻ ആർക്കേ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ മൈൽ ക്രിസ്ത്യൻസിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആത്മീയ വളർച്ചയിൽ നിന്നും ആത്മീയ പക്വതയിലേക്ക് വളരുന്ന ദൈവജനത്തിന് മാത്രമേ ഈ ഒരു വേദിയിലേക്ക്, ഈ ഒരു തലത്തിലേക്ക് ഉയരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വിശുദ്ധി സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വിശുദ്ധി സൂക്ഷിക്കുന്നവരാണ്. എന്നാൽ കർത്താവിൻ്റെ വാക്ക് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പം നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ ഒരു തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യണം, പ്രാക്ടിക്കലായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ അശുദ്ധരാവത്തുള്ളായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹൃദയത്തിൽ നമുക്ക് അശുദ്ധി കടന്നു വരാം. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് പാപം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ തന്നെ ഒരു സഹോദരൻ ഇല്ലായിരുന്നു എന്ന് എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചാൽ, ഈ സഭയിൽ ഈ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ, ദൈവം കൊണ്ടുവന്ന വ്യക്തിയാ, ദൈവം എഴുന്നേൽപ്പിച്ച വ്യക്തിയാ, ദൈവം തൻ്റെ ശുശ്രൂഷകൾ തന്നിലൂടെ നിവർത്തിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരു പക്ഷെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഈ വ്യക്തി ഇല്ലായിരുന്നു എന്ന് ചിന്തിച്ചാൽ ഐ എം എ മർഡറർ, ഞാൻ കൊലപാതകനാണ്. ഇതാണ് ദൈവവചനം പറയുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ അതാണ് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഹൃദയശുദ്ധി ഉള്ളവരായിട്ട് ദൈവസഭയിലായിരിക്കാൻ നമുക്ക് കഴിയണം. ദാവീദ് പറയുന്നത്, ഞാൻ എൻ്റെ കിടക്കമേൽ ധ്യാനിച്ച് ഞാൻ മൗനമായിട്ടിരിക്കും. എന്തിനു വേണ്ടിയാ? ദ പ്രിസംപ്ച്വസ് സിൻ, സ്വമേധാ പാപങ്ങൾ, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള, ചിന്തിച്ചിട്ടുള്ള അനേക പാപങ്ങൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ. ഒന്ന് ചിന്തിച്ചേ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഏത് തലത്തിലാണ് നിൽക്കുന്നത്? നമ്മളുടെ ക്രിസ്ത്യൻഡം അല്ലെങ്കിൽ ബ്രദറൻ ഗോളം, അങ്ങനെ തന്നെ ചിന്തിച്ചോ പ്രിയമുള്ളവരെ? നമ്മൾ ഹൃദയത്തിൽ എത്രമാത്രം അശുദ്ധിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, ഒരു വ്യക്തി പാപം ചെയ്തു എന്ന് വിചാരിക്കുക. ആ വ്യക്തിയെ തിരികെ കൊണ്ടുവരാനായിട്ട് ഹൃദയശുദ്ധി നഷ്ടപ്പെടുത്തുന്ന വലിയൊരു സമൂഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരിയോ തെറ്റോ? നമ്മുടെ സഭയിൽ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ XY ആരെങ്കിലും, ആ വ്യക്തി ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് ഒരു വലിയ കൂട്ടം ആളുകൾ അവരുടെ ഹൃദയദൃഷ്ടി അല്ലെങ്കിൽ ഹൃദയശുദ്ധി നഷ്ടപ്പെടുത്തി അവർ ദൈവസന്നിധിയിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ പാപത്തെ അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമുക്കറിയാം. നോഹയുടെ ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പൻ്റെ നഗ്നത ആര് കണ്ടു, ആര് മറച്ചു, ആര് ശപിക്കപ്പെട്ടവനായി. ഇന്ന് തന്നെ വീട്ടിൽ പോയെന്ന് പഠിച്ചോണം കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന നല്ലതാണെന്ന്. പ്രവാചകന്മാരാ, എല്ലാം വിളിച്ചു പറയാം, എല്ലാ നാട്ടുകാരെ അറിയിക്കാം, പല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെങ്കിൽ ആര് ശപിക്കപ്പെട്ടവനായി തീർന്നു എന്നുള്ളത് ഒരു കാരണവശാലും അപ്പൻ്റെ നഗ്നത അനാവൃതമാക്കരുത്. ദൈവദാസന്മാരുടെ, ദൈവജനത്തിൻ്റെ, പഴയ നിയമത്തിൽ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പാപപരിഹാരത്തിന് വേണ്ടി കൊണ്ടുവരുന്ന മൃഗത്തിൻ്റെ രക്തം പുരട്ടുമായിരുന്നു. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം വിളിച്ചു വേർതിരിച്ച് തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പുരോഹിതന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒഴുക്കപ്പെടുന്ന രക്തം അവിടെ അല്ല പുരട്ടുന്നേ. എവിടെയാ പുരട്ടുന്നേ? അങ്ങ് അകത്തിരിപ്പുണ്ട്, പെട്ടകത്തിൽ. അപ്പോൾ ദൈവത്തിന് ഓരോ കാര്യങ്ങൾ. അതുകൊണ്ടാ പറഞ്ഞേ, മൂപ്പന്റെ നേരെ ആരും പെട്ടെന്ന് എന്ത് ചെയ്യരുത്, കൈവെക്കരുത്. 2-3 സാക്ഷികൾ ഇല്ലാതെ. എന്തിനാ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്? അവരുടെ ഒരു തെറ്റ് എൻ്റെ കഠിനമേറിയ പാപത്തിന് കാരണമായി തീരരുത്.
ഇത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. നമ്മൾ ഇന്ന് അശുദ്ധരായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ നെക്സ്റ്റ് ജനറേഷനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പാപമാണ് അവരുടെ കുറ്റങ്ങളും തെറ്റുകളും കുറവുകളും കണ്ടുപിടിച്ച് അത് പരസ്യപ്പെടുത്തി ഞാൻ മിടുക്കനാണ്, ഞാൻ നല്ലവനാണെന്ന് കാണിച്ച് മുന്നിലേക്ക് വരാനുള്ള ഒരു ശ്രമം. ഇത് നമ്മളുടെ ഇടയിൽ വളരെയുണ്ട്. ഇവിടെ മാത്രമല്ല, ഗൾഫിൽ മാത്രമല്ല, കേരളത്തിലും എവിടെയും നമ്മളത് കാണുന്നുണ്ട്. നമ്മൾ ഒട്ടും മോശമൊന്നുമല്ല കേട്ടോ, മറക്കരുത്. ഞാൻ ഇങ്ങനെ നോക്കി പറയുന്നുവെങ്കിലും ഒട്ടും മോശമല്ല. വളരെ ശ്രദ്ധയോടെ, വളരെ ഭയത്തോടെ നമ്മളിത് ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ ഹ്യൂമിലിറ്റി, പ്യൂരിറ്റി. അപ്പോൾ എക്സ്ട്രാ മൈൽ ക്രിസ്ത്യൻ, അവിടെയും കർത്താവ് പറയുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം ഒരിക്കലും ഉളവായി വരികയോ ഉണ്ടായി വരികയോ ഇല്ല, മറിച്ച് സമാധാനം നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. വി ഷുഡ് ബി പീസ് മേക്കേഴ്സ്. ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാവരുത്. ഒരു പ്രയാസം കണ്ടു കഴിഞ്ഞാൽ ഏത് വിധേനയും അത് കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും അദ്ദേഹവും, ഇതായിരിക്കണം നമ്മുടെ വ്യവസ്ഥ. അതെത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കൊരിന്ത്യയിലെ വിശ്വാസികൾ, അല്ലെങ്കിൽ അവിടെ ആ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പാപമായിരിക്കണം 5-ാം അധ്യായത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. 1-ാമത്തെ ലേഖനം എഴുതി കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2-ാമത്തെ ലേഖനം എഴുതി അപ്പോസ്തലനായ പൗലോസ്. 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിലൊക്കെ പൗലോസ് പറയുന്നുണ്ട്, 2 അധ്യായങ്ങളിൽ, അവന് നമ്മൾ എല്ലാവരാലും, ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ ആത്മാവും എല്ലാവരോടും കൂടി അവന് കൊടുത്ത ഈ ശിക്ഷ മതി. എന്നിട്ട് പറയുക, നിങ്ങൾ അവനോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ നമ്മളായിരുന്നെങ്കിൽ ജീവിതകാലത്ത് ആ പുള്ളിയെ മസ്കറ്റി കയറ്റത്തില്ലായിരുന്നു. അന്നേരെ ബോയ്ക്കോട്ട് ചെയ്ത് പറഞ്ഞു വിടും. ക്ഷമിക്കാനുള്ള അത് ഹ്യൂമിലിറ്റി ഉള്ളവർക്കേ സാധിക്കത്തുള്ളൂ. നേതൃത്വ നിരയിൽ നിൽക്കുന്നവർക്ക് വളരെ ആവശ്യമാണ്. പുതിയ നിയമത്തിൽ പ്രതികാരം അതിനേക്കാൾ സ്നേഹവും ക്ഷമയുമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, ഞങ്ങൾ എത്ര വട്ടം ക്ഷമിക്കണം? കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു, 70 എത്രയായി? 70 × 7 490. അത് പറ്റുമോ നമ്മളെ കൊണ്ട്? പറ്റണം. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ഒരു ഉപമയുണ്ടല്ലോ, ഇത്ര വെള്ളിക്കാശ് അവൻ ഇളച്ചു കൊടുത്തു, പക്ഷെ അങ്ങോട്ട് ചെന്നപ്പോൾ അതിൻ്റെ 4/1 കടംപെട്ടിരിക്കുന്നതിനെ കണ്ടിട്ട് അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി ഇങ്ങനെ ഭിത്തിയിലോട്ട് ചേർത്ത് വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ, സോറി ബ്രദർ, പിന്നെ ഞാൻ തരാം, എന്നോട് ഒരു വാക്ക് പോലും പറയാൻ അനുവദിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ആളുകളായിട്ട് നമ്മൾ മാറി, നമ്മുടെ നേതൃത്വ രംഗം മാറി. ഒരിക്കലും അതിനിടയാവരുത്. നമുക്ക് ഹ്യൂമിലിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമുക്ക് പ്യൂരിറ്റി ഉണ്ടായിരിക്കണം. 3-ാമത്തേത് പിശാചിനില്ലാത്ത ഒരു കാര്യമാണ് ലവ്, സ്നേഹം. എങ്ങനത്തെ സ്നേഹം? അഗാപ്പേ ലവ്. സ്നേഹത്തിന് ഒരുപാട് വാക്കുകളുണ്ട്. സ്റ്റോർജെ എന്ന് പറയുന്നൊരു വാക്കുണ്ട്, അല്ലെങ്കിൽ ഫിലയോ എന്നൊരു വാക്കുണ്ട്, അഗാപ്പെ എന്നുള്ളൊരു വാക്കുണ്ട്. അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട്. അതിൽ അഗാപ്പേ ലവ് ആയിരിക്കണം നമ്മളുടേത്. ത്യാഗപരമായ, കർത്താവിന് ക്ഷമിക്കാൻ. നമ്മുടെ കർത്താവ് തൻ്റെ ആ ക്ഷമയുടെ ആ പരിധി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ മാത്രം ഒന്ന് നോക്കിയാൽ മതി, വേറെ ആരെയും നോക്കണ്ട. എന്നെ നോക്ക്, നമ്മളെ ഓരോരുത്തരെയും നമ്മളിലേക്ക് തന്നെ നോക്ക്. എന്തുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഭൂമിയുടെ പരപ്പിൽ കഴിഞ്ഞ ആഴ്ചയും തിരുവത്താഴം എടുക്കാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കിയെന്ന് ചോദിച്ചാൽ, എൻ്റെ കർത്താവിൻ്റെ ക്ഷമയാണ് പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹമാണ് പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവിൻ്റെ കരുതലാണ്. എന്നിട്ടും നമ്മളുടെ സമശിഷ്ടങ്ങളോട് നമുക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ വഹിക്കാനോ അവരെ ഒന്ന് കൊണ്ടുപോകാനോ നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ പിശാചിൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളായി മാറിക്കഴിഞ്ഞു. ഇത് നമുക്കുണ്ടാകണം. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രിയമുള്ളവരെ. അപ്പോൾ ഈ 3 ഗുണങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിശാചിന് എൻ്റെ ജീവിതത്തിൽ ഇടം കൊടുക്കാതെ ആത്മീക വളർച്ചയിൽ നിന്നും ആത്മീക പക്വതയിലേക്ക്, എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പോലെ 2 വാക്കുകൾ, ഒന്ന് ക്രിസ്തുവിൻ്റെ തലയോളം സകലത്തിലും, അടുത്ത വാക്ക എനിക്ക് വേണ്ടേ, വരട്ടെ ഇങ്ങോട്ട്.
ആണ്ടമിണ്ടായിരിക്കുന്നു, പറഞ്ഞോളൂ, ധൈര്യത്തെ പറഞ്ഞോളൂ. വളരുവീൻ, വളരണം, വളരുവാൻ ഇടയാകും, വളരുവാൻ ഇടയാകും. ഇടയാകണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം, കംപ്ലീറ്റ് ഡെഡിക്കേഷൻ, ഒരു സമ്പൂർണ്ണ പ്രതിഷ്ഠ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവ് നമുക്ക് അതിന് വേണ്ടുന്ന ദൈവകൃപ നമുക്ക് നൽകട്ടെ. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പുരുഷത്വം പ്രാപിക്കണം. കൊരിന്ത്യരോട് പറയുകയാണ്, കൊരിന്ത്യരോടും പറയുന്നുണ്ട്, എഫേസോസിലെ വിശ്വാസികളോടും പറയുന്നുണ്ട്. രണ്ടുപേരും വളരണം. അതായത് പൂർണ്ണ വളർച്ച. പൂർണ്ണ വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരണം. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ ദൈവസഭയിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരിൽ നിന്നും നമ്മൾ അനുഭവിക്കുന്ന ശുശ്രൂഷയാലും അവരോടുള്ള നമ്മളുടെ പ്രതിബദ്ധതയാലും നമ്മൾക്ക് വളരുവാനിടയായി തീരണം. പിശാചിന് ഇടം കൊടുക്കാതെ വളരുവാനായിട്ട് നമുക്കിടയായി തീരണം. അങ്ങനെ ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയായി തീരുന്ന സമം. മത്തായിയുടെ സുവിശേഷത്തിൽ എക്സ്ട്രാ മൈൽ ക്രിസ്റ്റിനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണസമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രണ്ട് സ്വഭാവങ്ങൾ, ഒന്ന് പകരപ്പെടാവുന്ന സ്വഭാവങ്ങളുമുണ്ട്, പകരപ്പെടാൻ പറ്റാത്ത സ്വഭാവമുണ്ട്. ദൈവത്തിൻ്റെ പകരപ്പെടാവുന്ന സ്വഭാവങ്ങളിലൂടെ ഞാനും നിങ്ങൾ യാത്ര ചെയ്യണം. അതാണ് കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ മാതൃക കാണിച്ചു തന്നത്. അവൻ നിങ്ങൾക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. നമ്മൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടർന്നുകൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ആ പെർഫെക്റ്റ് വില്ലിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നവരായിരിക്കണം. അതാണ് ആത്മീക പക്വതയിലൂടെയുള്ള വളർച്ച എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഈ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ, ആ വാക്യങ്ങൾ ഓരോന്നോരോന്നും വിശദീകരിക്കണം, ഓരോ വാക്കുകളും. പക്ഷേ അത് ഞാൻ നിങ്ങൾക്ക് വിട്ടിട്ട് ഒരു 3 പോയിന്റുകൾ അതിൽ നിന്ന് ഞാനൊന്ന് പറയാം. അത് നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. എന്താണ് കേട്ടത്? അവരിൽ അനേക കാര്യങ്ങളുണ്ട്. അവരിലേക്ക് സുവിശേഷം എത്തപ്പെട്ടു എപ്പഫ്രാസിലൂടെ. പൗലോസിനാൽ എപ്പഫ്രാസ് ദൈവവചനത്തിൻ്റെ ആ പോഷണം ലഭിച്ച് താൻ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ പ്രതിഷ്ഠിച്ച് തൻ്റെ ആ സ്ഥലത്തേക്ക് താൻ മടങ്ങിപ്പോയി അവിടെ പ്രവർത്തിച്ച് ഒരു സ്ഥലം സഭയുണ്ടായി. അവരിലൂടെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പറയപ്പെടാനായിട്ട് തുടങ്ങി. എന്നാലോചിച്ച് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ എപ്പഫ്രാസ് എഫേസോസിലായിരിക്കുന്നതോ കൊരിന്തിലായിരിക്കുന്നതോ റോമിലായിരിക്കുന്നതോ എല്ലാം തന്നെ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്. അത് ലോക്കൽ ചർച്ചസ് ആകാം, അല്ലെങ്കിൽ ലോക്കൽ ചർച്ച് ആകാം. അപ്പോൾ ലോക്കൽ ചർച്ചും ചർച്ചസും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ ദിവസം ഞാനത് പറയുകയുണ്ടായി. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു പക്ഷെങ്കിൽ അത് നാട്ടിലായിരിക്കാം, നമ്മുടെ മാതൃസഭയായിരിക്കാം, സ്ഥാനീയ സഭയായിരിക്കാം, അല്ലെങ്കിൽ ദൈവം ജോലിയോടുള്ള ബന്ധത്തിൽ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു സ്ഥലമാകാം. എവിടെയോ ആയിക്കൊള്ളട്ടെ, ദൈവം ആത്യന്തികമായിട്ട് നമ്മളെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള ഒരു വലിയൊരു ട്രെയിനിങ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു, അല്ലെങ്കിൽ സുവിശേഷം നിങ്ങൾ പറയുന്നുണ്ട്, ആളുകളെ രക്ഷയിലേക്ക് നയിക്കുന്നുണ്ട്, നിങ്ങൾ ശുശ്രൂഷ രംഗത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആത്മീക ഇൻ്റലിജൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മനസ്സിലായോ? സ്പിരിച്വൽ ഇൻ്റലിജൻസിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചതിന് ചില കാരണങ്ങളുണ്ട്. കേവലം ആത്മീക പരിജ്ഞാനം അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ നമ്മളെ ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു, ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ, കിഴയ്ക്കുക ഒരു ആത്മാർത്ഥമായ ഒരു ദാഹവും അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമവും നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കണം. നമ്മളെപ്പോഴാണ് ബൈബിൾ വായിക്കാനായിട്ട് പരിശ്രമിക്കുന്നേ? നമ്മളെപ്പോഴാണ് ബൈബിൾ പഠിക്കാനായിട്ട് പരിശ്രമിക്കുന്നേ? എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ ഉള്ളപ്പോഴാണ്. അതുപോരാ. സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്തിനാണെന്ന് ചോദിച്ചാൽ
ഞാൻ ആത്മീകമായിട്ട് എൻ്റെ കർത്താവിനോട് അല്ലെങ്കിൽ കർത്താവിനോട് പഠിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിലും നമ്മൾ ചില കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ പഠിക്കണം നിങ്ങൾ. 2, എന്നിൽ നിന്ന് പഠിക്കണം. വാക്കുകൾ ഓർത്തിരിക്കുക. എന്നെ പഠിക്കണം, എന്നിൽ നിന്ന് പഠിക്കണം, ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ പഠിക്കണം. ഇത് സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മൾ പലപ്പോഴും ഒഴിയുന്നത് ഇങ്ങനെയാ, കർത്താവിന് അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, നമ്മൾ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്. 2, പൗലോസിന് അതൊക്കെ സാധിക്കും, പൗലോസിനെ പോലെ വിശുദ്ധനായ ഒരു മനുഷ്യൻ. അത് കഴിഞ്ഞിട്ട് പത്രോസിനും അതൊക്കെ സാധിക്കും, എന്നെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല, ഇത് എനിക്ക് വേണ്ടിയുള്ളതല്ല. ഈ ഒരു ചിന്ത വരാതിരിക്കത്തക്ക നിലയിൽ ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതിന് പൗലോസ് പറയുന്നത് അത് ഇങ്ങനെയാണ്, ആത്മീകമായ സകല ജ്ഞാനത്തിലും, ഒരു വാക്കൂടെ ചേർത്തിട്ടുണ്ട്, എന്ത്? വിവേകത്തിലും. അപ്പോൾ സകല ജ്ഞാനത്തോടുകൂടെ, അറിവോടുകൂടെ, ദൈവവചനത്തിൻ്റെ ആ സ്പിരിച്വൽ നോളജോടുകൂടെ ഞാൻ വിവേകം കൂടെ ആഡ് ചെയ്യണം. ഇന്ന് നമ്മളിൽ, നമ്മുടെ കൂട്ടത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഭയങ്കര ജ്ഞാനമാണ്, ജ്ഞാനത്തിന് യാതൊരു പഞ്ഞവുമില്ല. ദൈവവചനം ഇതുപോലെ അറിയാവുന്നവർ ഓരോ പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ, പുനലൂന്ന് ഡാനിയൽ വർഗീസ് ഇവിടെ വരുമ്പോൾ ഇത്രയും നാൾ ഞങ്ങൾ പഠിപ്പിക്കാത്ത എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, അത് കൊരിന്തിൻ്റെ തിയോളജി ആട്ടോ, പുതിയ കാര്യങ്ങൾ. ആ കൊരിന്തിലെ ആളുകൾക്ക് വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, അൺനോൺ ഗോഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുവരെ അറിവില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞങ്ങൾ അറിയാനായിട്ട് താല്പര്യപ്പെടുന്നു എന്നുള്ളത്. പുതുതായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതുകൊണ്ടാണ് ആ അഥേനയിൽ അരയോപക കുന്നിന്മേൽ നിന്നുകൊണ്ട് പൗലോസ് പ്രസംഗിക്കുന്നത്. പൗലോസ് അതിലും കൃപയുടെ, അല്ലെങ്കിൽ അതിലും സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉള്ള മനുഷ്യനാണ്. താൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ അജ്ഞാത ദേവൻ എന്നുള്ള വേദിക്കല്ല് കണ്ടു. പൗലോസിന്റെ പ്രസംഗത്തിന്റെ പ്രമേയം അതായിരുന്നു, നിങ്ങൾ അജ്ഞാത ദേവൻ എന്ന് പറഞ്ഞ് ആ കാര്യം ഞാൻ പറയാൻ പോകും. എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് ആ നിലയിൽ പൗലോസിന് പ്രസംഗിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നപ്പോൾ അവനെ അല്ലാതെ വേറൊന്നും അറിയാത്തവനായിട്ട്. പൗലോസ് എന്ന് പറഞ്ഞാൽ സ്തോയിക്കരുടെ ജ്ഞാനവും എപ്പിക്കുര്യരുടെ ജ്ഞാനവും ഇതെല്ലാം കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ശ്രേഷ്ഠനായ ഒരു ദൈവദാസനായിരുന്നു. അവരുടെ എല്ലാ പുസ്തകങ്ങളും ജ്ഞാനവും ഇതെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ ജ്ഞാനികളുടെ മധ്യത്തിൽ പൗലോസ് ഇരിക്കുന്നത് ക്രിസ്തുവിനെ മാത്രം അറിയാവുന്നവനായിട്ട്. നമ്മളാണെങ്കിലും എൻ്റെ ബ്രദറെ, നമ്മളുടെ കൂട്ടക്കാരൻ ഭയങ്കര, അപ്പോൾ അതിനനുസരിച്ച് നമ്മളും എന്ത് ചെയ്തോണം? അങ്ങോട്ട് കയറിക്കോണം. അതിന് വേണ്ടിയുള്ള, ഇത് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ്. അതിനനുസരിച്ച് നമ്മൾ വേണ്ടത് ക്രിസ്തുവിനെ കൊടുക്കണം, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം കൊടുക്കണം, ക്രിസ്തുവിനെ ഫോളോ ചെയ്യത്തക്ക നിലയിൽ അവരെ കൊണ്ടുവരണം, ദൈവവചനത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവരണം. നമ്മൾ പണ്ടുള്ളവർ പറയുമല്ലോ, നാടോടുമ്പം നടുവേ അല്ല, ഇതിന് മുമ്പിൽ അങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മടങ്ങി വരണം, കർത്താവിലേക്ക് മടങ്ങി വരണം, ആത്മീക പരിജ്ഞാനത്തിലേക്ക് മടങ്ങി വരണം. അതിന് നമുക്ക് വേണ്ടത് സ്പിരിച്വൽ ഇൻ്റലിജൻസ് ആണ്. ജ്ഞാനത്തോടുകൂടെ ഒരു വിവേകം കൂടെ വരണം. ഇവിടെ മത്രായിലുണ്ടായിരുന്ന സാംസനങ്ങളുണ്ടല്ലോ, സാംസനങ്ങൾ ഇവിടെ വന്ന് താൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോടൊക്കെ ചേർന്നു. നാട്ടിൽ ആദ്യമായിട്ട് വന്നപ്പോൾ പറഞ്ഞു, അപ്പച്ചാ ഞാനിതുപോലെ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഇനി ഞാൻ CSI ചർച്ചിലോട്ട് വരുന്നില്ല, ഞാൻ ഇനി ഞാൻ വിചാരിച്ച നിനക്ക് ബോധമുണ്ടെന്നാ, പക്ഷെ നിനക്ക് വിവേകം ലേശം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ബോധമുണ്ടെങ്കിലും വിവേകം ഇല്ല എന്ന് പറഞ്ഞാൽ അത് തിരിച്ചറിയാൻ തനിക്ക് സാധിക്കുന്നില്ല. പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലയിൽ ഒരു പക്ഷെങ്കിൽ അതായിരിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ജ്ഞാനത്തോടുകൂടെ ഈ വിവേകം നമുക്ക് വരണം. എന്താണ് ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ആ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് നിറവേറ്റി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 10ാമത്തെ വാക്യത്തിൽ അത് 1-2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പറയുന്നത് ദേ നീഡ് എ പ്രാക്ടിക്കൽ ഒബീഡിയൻസ്, അതായത് ഒരു പ്രായോഗിക അനുസരണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പ്രാക്ടിക്കൽ ഒബീഡിയൻസ്.
അല്ലേ? നമ്മളെല്ലാം പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം പറയുന്നു, ഇത് നമുക്ക് പ്രായോഗികമാക്കാൻ എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും കർത്താവ് എന്ത് ചെയ്യട്ടെ? കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രത്യേകത, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, ലൂക്കോസിൻ്റെ വിശേഷം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുന്നത് നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ഒരു പദപ്രയോഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ വാക്യത്തിലും നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവൻ ചെയ്തും പറഞ്ഞും തുടങ്ങിയത്. മനസ്സിലായല്ലോ? അവൻ ചെയ്തു, പ്രസംഗിച്ചു. ആദ്യം പ്രാക്ടിക്കലാണ്. അവൻ ചെയ്തു, പിന്നെയാണ് അവൻ പ്രസംഗിക്കുന്നത്. നമ്മളാണെങ്കിലോ ആദ്യം പ്രസംഗിക്കും, പിന്നെ ചെയ്യാനായിട്ട് നോക്കും. ഇവിടെയാണ് ആ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഒബീഡിയൻസിലേക്ക് ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസ് നമുക്ക് വേണമെന്ന് പറയുന്നത്. പൗലോസ് കൊലോസിലെ വിശ്വാസികളെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളാന്നേ പ്രാർത്ഥിക്കും, കർത്താവേ അദ്ദേഹത്തിന് ജോലിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി ഇപ്പം വളരെ കുറവാണ്, അല്ലെങ്കിൽ അത് ക്യാഷ് പോലെ ഒന്നും. നമ്മൾ എന്താ ഈ പ്രാർത്ഥിക്കുന്നത്? വേണം, ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ വിശ്വാസികൾ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന എൻ്റെ അല്ലെങ്കിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദാനം ചെയ്തിരിക്കുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ അവരെക്കുറിച്ചുള്ള ആത്മീക ദർശനം നമുക്ക് നഷ്ടപ്പെട്ടു. സ്പിരിച്വൽ വിഷൻ നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു പുതിയ തലമുറ ആത്മീകമായിട്ട് വളർത്തപ്പെടുന്നില്ല. അവർ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അവർക്ക് മുന്തി വരാനായിട്ട് കഴിയുന്നില്ല. ഏത് വിധേനയും വല്ല വിധേനയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം. അപ്പോൾ ദൈവസഭയിൽ ശുശ്രൂഷാ രംഗത്തേക്ക് വരുമ്പോൾ ദൈവസഭയുടെ ആത്മീകമായിട്ടുള്ള അവരുടെ നിലപാടുകൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ആത്മീകമായിട്ട് ഔന്നത്യത്തിലേക്ക് എത്തിക്കുവാൻ നമുക്കൊരു സ്പിരിച്വൽ ഇൻ്റലിജൻസ് ആവശ്യമാണ്. നമുക്കൊരു പ്രാക്ടിക്കൽ ഒബീഡിയൻസ് നമുക്ക് ആവശ്യമാണ്. അവരെ ഒരു പക്ഷെങ്കിൽ ആദ്യ നാളുകളിലൊക്കെ അവർ വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ പ്രയാസമായിരിക്കും. എനിക്കറിയാം എങ്ങനെയാ ഉദാഹരണം പറയേണ്ടത്. കുമ്പനാടൊക്കെ നടന്ന ഒരു കാര്യമാണ്. പുതുതായിട്ട് രക്ഷയിലേക്ക് വന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം വാക്യമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, 1-2 വാക്യങ്ങളൊക്കെ വായിച്ച് സാധാരണ നമ്മളെല്ലാം വായിക്കാറുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആൾ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, അവൻ ഇതൊക്കെ പുറക്കിക്കൊണ്ട് വരാൻ ഇപ്പോഴാണോ സമയമെന്ന്. ആരാധന നടക്കുക. ഞാൻ മനസ്സിലാക്കുന്ന പിന്നീട് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ലെന്നുള്ളതാണ്. എന്താണ് പ്രിയമുള്ളവരെ, നമുക്ക് എങ്ങനെയാണ് ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നത്? നമ്മൾ ഏത് അവസ്ഥയിൽ നിന്ന് ഏത് നിലയിൽ നിന്ന് വന്നു, നമ്മളുടെ ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് നമ്മൾ പുതിയ തലമുറയെ നമ്മൾ കാണരുത്. ഞാൻ ആയിരുന്ന സമയത്ത് അതോടൊന്ന് ബന്ധപ്പെടുത്തി നോക്കിക്കേ. അവരെ നമ്മൾ പിച്ച വെച്ച് നടക്കുന്ന അവരെ നമ്മൾക്ക് കൊണ്ടുവരുവാനും അവരിൽ നിന്ന് ശുശ്രൂഷ നമ്മൾ അനുഭവിക്കുവാനും അവരെ സഹിക്കുവാനും അവരെ സ്നേഹിക്കുവാനും നമുക്ക് ഇന്ന് കഴിഞ്ഞെങ്കിൽ മാത്രമേ വരുന്ന നാളുകളിൽ കർത്താവിന് വേണ്ടി അവർ ശോഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസാണ്. ആത്മീക പരിജ്ഞാനം, ജ്ഞാനത്തോട് വിവേകം ചേരുന്ന ഒരു ഇൻ്റലിജൻസ് നമുക്ക് ആവശ്യമാണ്. 2, നമുക്കൊരു പ്രായോഗിക അനുസരണം നമുക്ക് ആവശ്യമാണ്. നമ്മളെല്ലാം പ്രസംഗിക്കും, നമ്മളെല്ലാം പറയുന്നത് എന്തുവാ? പുറകെ ഇരിക്കുന്നവരൊക്കെ മുന്നോട്ട് വരണം. അല്ലേ? ഞാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പുറകോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ മുന്നോട്ട് വരണം, നിങ്ങളൊക്കെ എഴുന്നേക്കണം. ഞങ്ങൾക്ക് എഴുന്നേക്കാൻ ഒരു സമയം കിട്ടിയിട്ട് വേണ്ടേ ഒന്ന് എഴുന്നേക്കാൻ? നിങ്ങളൊക്കെ പ്രസംഗിക്കണം, നിങ്ങളൊക്കെ ശുശ്രൂഷ ചെയ്യണം. പക്ഷേ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉണ്ടാവണം. ഞാൻ എന്ത് ചെയ്താലേ അവർ മുന്നോട്ട് വരത്തുള്ളൂ എന്നുള്ള ഒരു വിവേകം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ നിലവിലുള്ളവരും ഇനി വരാനുള്ളവരും എല്ലാവരും ഒരുപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ശുശ്രൂഷ രംഗത്ത് നമ്മളായിരിക്കുമ്പോൾ പൗലോസ് എഫേസോസിലെ വിശ്വാസികളെക്കുറിച്ച് അല്ലെങ്കിൽ എപ്പഫ്രാസിനെ കുറിച്ച്, ദൈവദാസന്മാരെ കുറിച്ച്, സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് തൻ്റെ ആ ഒരു കാഴ്ചപ്പാട് എത്രയോ വലുതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3-ാമത്തെ കാര്യം 11 മുതൽ അല്ലെങ്കിൽ 11-12 വാക്യങ്ങളിൽ താൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. Paul is praying for their moral excellence. അവരുടെ ധാർമ്മിക ഉന്നതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്ന് ദൈവസഭയിലെ ദൈവത്തിൻ്റെ ജനം അവർ ആത്മീകമായിട്ട് അതല്ലെങ്കിൽ ആത്മീക വളർച്ച എത്രത്തോളം വരുന്നുണ്ട്. സഹോദരിമാരുടെ കൂടി വരവുണ്ട്, സൺഡേ സ്കൂളുണ്ട്, പ്രാർത്ഥനാ മീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സുകളുണ്ട്, ആരാധന എല്ലാം ഉണ്ട്. കൂട്ടായ്മയ്ക്കൊന്നും യാതൊരു വഞ്ഞവുമില്ല. പക്ഷെങ്കിൽ വാട്ട് അബൌട്ട് അവർ മോറൽ എക്സലൻസി? നമ്മുടെ ധാർമ്മികമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ
ആരും നമ്മളെ കാണാത്തപ്പോൾ നമ്മളുടെ ധാർമ്മികമായിട്ടുള്ള ഉന്നതി എവിടെ വരെ വരുന്നു, ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് നേതൃത്വ രംഗത്ത് നിൽക്കുന്ന ആളുകൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, അതറിയാൻ. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയും? കണക്ക് ചോദിക്കും കർത്താവ്. ദൈവസഭയുടെ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിലയിൽ കർത്താവ് കണക്ക് ചോദിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എത്രമാത്രം നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ഒരിടയ്ക്ക് എവിടെയാണ് പറഞ്ഞതെന്ന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എപ്പഫ്രാസും പൗലോസും കർത്താവുമൊക്കെ പ്രാണവേദനയിൽ പ്രാർത്ഥിച്ചു. എന്തിനാണ് പ്രാണവേദനയിൽ പ്രാർത്ഥിക്കുന്നത്? ദൈവസഭയെന്ന് പറയുന്നത് നമ്മുടെ പ്രാണന്റെ ഭാഗമായിട്ട് മാറണം. പ്രാണന്റെ ഭാഗമായിട്ട് മാറണം. എൻ്റെ പ്രാണന്റെ ഭാഗമാണ് എൻ്റെ സഭ. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതിൽ കുറവായുള്ളത് സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കത്തക്ക നിലയിൽ നിങ്ങളുടെ വിശ്വാസമെന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ളതല്ല പറയുന്നത്. അവരുടെ ആ വിശ്വാസമെന്ന യാഗം, ആ വിശ്വാസക്കപ്പൽ തകർന്നു പോകാതെ ഒരു യാഗമായിട്ട് കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ, അവരുടെ മരണം വരെ അവരെ മുന്നോട്ട് കൊണ്ടുപോകത്തക്ക നിലയിൽ ഞാൻ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ എന്ത് ചെയ്യും? സന്തോഷിക്കും. അതാണ് പൗലോസിൻ്റെ ദൈവസഭയോടുള്ള തൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇത് സഭയിലെ ഓരോ വിശ്വാസികൾക്കും ഉണ്ടാകണം. ഇത് ദൈവദാസന്മാർക്കുണ്ടാകണം. ദൈവവചനം പഠിപ്പിക്കുന്ന, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, അവരുടെ ഓരോ ശുശ്രൂഷകളിലും ഈ ഒരു ഭാരം ഉണ്ടായിരിക്കണം. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ, ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ ഒരു ഉത്തരവാദിത്വത്തോടും ഈ ഒരു ഭാരത്തോടും ഈ ഒരു പ്രായോഗിക പരിജ്ഞാനത്തോടും ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവസഭയ്ക്ക് എഡിഫിക്കേഷൻ ഉണ്ടാകുന്നത്. കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഈ ആത്മീക വളർച്ചയിൽ നിന്നും ആത്മീക പക്വതയിലേക്ക് വളരുവാൻ ദൈവസഭയിലെ ഓരോ കൂടിവരവുകളും ഇടയായി തീരണം. ഇനിയും എങ്ങനെയാണ് നമ്മൾ വളരേണ്ടത്? എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? ഇന്നലെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യം നമ്മൾ ഇന്നലെ വായിച്ചതാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. ആ വാക്യം ഇന്നലെ നമ്മൾ വായിച്ചു. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണം ഞാൻ തരികയുണ്ടായി. അത് ആക്റ്റീവ് വോയിസിലല്ല, അത് പാസീവ് വോയിസിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം കൂട്ടിവരുത്തുക എന്നുള്ള ആ ഒരു വലിയ ഒരു കാര്യം അതിനകത്ത് ഉണ്ട്. അവിടെ ദൈവസഭയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ദൈവസഭയുടെ ഒരു എന്താ പറയുന്ന ഒരു ഭരണഘടനയെന്നോ അല്ലെങ്കിൽ വ്യവസ്ഥാപിത നിയമങ്ങൾ എല്ലാം ആ ഒരു വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കൂടിവരവിനെക്കുറിച്ച്, ഗ്യാതറിങ്ങിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഓരോന്നും വേണമെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. അതിൽ ഓരോ വാക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു ഡിവൈൻ പ്ലേസ്. സ്ഥലം സഭയോടുള്ള ബന്ധത്തിൽ ഇതിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എഫെസോസിലെ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നത്, നിന്റെ നിലവിളക്ക് ഞാൻ അതിൻ്റെ നിലയിൽ നിന്നും ഞാൻ എന്ത് ചെയ്യും? നീക്കിക്കളയും. നിലയിൽ നിന്ന് നീക്കിക്കളയും. രണ്ടർത്ഥങ്ങളാണ്. ഒന്ന്, അത് നിൽക്കുന്ന ഒരു സ്ഥാനം, ദൈവം എവിടെ എങ്ങനെ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്. രണ്ട്, ഓരോ സ്ഥലം സഭയ്ക്കും ഓരോ പൊസിഷൻ ദൈവം കൊടുത്തിട്ടുണ്ട്, ഓരോ സ്ഥാനം ദൈവം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ദൈവം ഒരു പക്ഷെങ്കിൽ വളരെ താഴേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഡിവൈൻ പ്ലേസ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവിക കൂടിവരവിനോടുള്ള ബന്ധത്തിൽ ഉണ്ട്. അത് വെയർ എന്നുള്ള ആ ഒരു വാക്ക്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 2 or 3 എന്ന് പറഞ്ഞ ഡിവൈൻ ടെസ്റ്റിമണി. അപ്പോൾ 2 or 3 എന്ന് പറയുന്നത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന 2 വ്യക്തികൾ, അവരെ ദൈവം കൂട്ടിവരുത്തുകയാണ്. നമുക്കിഷ്ടമുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹപ്രകാരമോ ഒരു കാര്യമല്ല, ദൈവം ഉദ്ദേശിക്കുന്ന. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ആളുകളാണ്, ദൈവം പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആളുകളാണ്. 3, ഗോഡ് പർപ്പസ്ഡ് പീപ്പിൾ ആണ് ദൈവത്തിൻ്റെ സഭ.
മനസ്സിലായല്ലോ? ഗോഡ് പർപ്പസ്ഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദിഷ്ടജനം, ദൈവത്തിൻ്റെ ഉദ്ദിഷ്ടജനം എന്ന് പറഞ്ഞാൽ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം നിറവേറ്റുവാൻ ദൈവം ഉദ്ദേശിക്കുന്ന ആളുകളെ തെരഞ്ഞെടുത്ത് തൻ്റെ ജോലി, തൻ്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കർത്താവ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ആ 2 3 പേർ എന്നുള്ളത് ദൈവം ഉദ്ദേശിക്കുന്ന ജനമായിരിക്കണം, ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകത്തക്ക നിലയിൽ. അപ്പോൾ ഡിവൈൻ പ്ലേസ്, ഡിവൈൻ ടെസ്റ്റിമണി. 3 ഡിവൈൻ അസംബ്ലി ആർ ഗ്യാതേർഡ്. അപ്പോൾ ആ കൂടിവരവെന്ന് പറയുമ്പോൾ അതൊരു ദൈവീകമായിട്ടുള്ള കാര്യമായിരിക്കണം. മാനുഷികമായ ചിന്തയോ ജഡരക്തങ്ങളുടെ ആഗ്രഹമോ ആവശ്യമോ ആയിരിക്കാനായിട്ട് പാടില്ല. പിന്നെ ഗ്യാതേർഡ് ടുഗദർ. ആ ടുഗദർ എന്നുള്ള വാക്ക് ഡിവൈൻ ഫെലോഷിപ്പിനെയാണ് കാണിക്കുന്നത്, ദൈവിക കൂട്ടായ്മയാണ് കാണിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡും ഈ വന്ന 2 3 പേരുടെ സ്റ്റാൻഡേർഡും നിലവാരവും ചിന്തയും ചിന്താഗതികളും എല്ലാം ഒന്നായിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഗൾഫ് മേഖലയിലേക്ക് ആദ്യകാലങ്ങളിൽ നമ്മളുടെ പിതാക്കന്മാർ വന്നപ്പോൾ, ആദ്യകാലങ്ങളിൽ ഇവിടെ സഭകൾ ഒക്കെ ആരംഭിക്കുവാൻ 1 2 3 4 അവർ ആരംഭിച്ച ആ ഒരു കൂട്ടം, അവരുടെ ആ കാഴ്ചപ്പാട്, ദൈവത്തോട് ചേർന്ന് അവർ ചെയ്ത ആ കാര്യങ്ങളൊക്കെ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഫ്ലറിഷായി മുന്നോട്ട് പോകാനായിട്ടിടയായി തീർന്നു. എന്നാൽ നമ്മളെന്ന് എവിടെ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ ഡിവൈൻ പ്ലേസ്, ടെസ്റ്റിമണി, അസംബ്ലി, ഫെലോഷിപ്പ്, അത് കഴിഞ്ഞിട്ട് ഡിവൈൻ അതോറിറ്റി. ഇൻ മൈ നെയിം, എൻ്റെ നാമത്തിൽ ഞാൻ കൂട്ടിവരുത്തുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആ നാമത്തിൻ്റെ അധികാരം ദൈവസഭയുടെ ഫോർമേഷനോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് 6ാമതായിട്ട് ഡിവൈൻ പ്രസൻസ്. ദേർ ആം ഐ, ഞാൻ അവരുടെ നടുവിലുണ്ട്. പഴയ നിയമത്തിൽ കേവലം കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു. പക്ഷെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവ് പറയാ, ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്, ഞാൻ അവരുടെ നടുവിലുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ സാന്നിധ്യം കൊതിക്കുന്ന സഭകളുണ്ടെന്നേ. ബർന്നബാസ് പോയി ദൈവകൃപ കണ്ടു സന്തോഷിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായി. ദൈവം വെച്ചാൽ പിന്നീട് കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഞായറാഴ്ച വല്ലതും ഞാൻ ആ വിഷയത്തെക്കുറിച്ചൊന്ന് പറയാം. അപ്പോൾ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്ന് പറയണമെങ്കിൽ കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയാണ്. അതാണ് ആ ഫെലോഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കർത്താവിൻ്റെ ആ പ്രസൻസ് അല്ല, തൻ്റെ പേഴ്സണാലിറ്റി തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. കർത്താവ് നമ്മളോട് കൂടെ നിൽക്കണം. പൗലോസൊക്കെ തൻ്റെ ആ സുവിശേഷ യാത്രയിലൊക്കെ കർത്താവ് അവനോട് കൂടെ നിന്നു എന്നാണ് വായിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവര്, കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ ഭാരപ്പെടണം? പിന്നെ എന്തിന് നമ്മൾ ഭയപ്പെടണം? ആ കർത്താവിൻ്റെ തിരു സാന്നിധ്യത്തെക്കാൾ കർത്താവിൻ്റെ ആ പേഴ്സണൽ ഫെലോഷിപ്പ് നമുക്കുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ധൈര്യമെന്ന് പറയുന്നത്. നമുക്ക് ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ നമുക്കതാണ് വേണ്ടത്. ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ അത് ചിന്തിക്കണം. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവിൻ്റെ കൈ എൻ്റെ കൂടെ ഉണ്ടോ? ഇത് നമ്മൾ ചിന്തിക്കണം. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അത് മതി പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ ആ ആണിത്തിടമ്പേറ്റ കരം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ, നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ അതാണ് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശുശ്രൂഷ രംഗത്തിൻ്റെ ആ ബലം എന്ന് പറയുന്നത്. 7ാമതായിട്ട് ഡിവൈൻ സെൻറ്റർ. ഇൻ ദ മിഡ്സ്റ്റ് ഐ ആം എന്ന് പറഞ്ഞാൽ ആ ഒരു കോർ എന്ന് പറയുന്നത് എല്ലാം കർത്താവിങ്കലേക്കായിരിക്കണം. എല്ലാവരും, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ലൂക്കോസിന്റെ വിശേഷം 4-ാം അധ്യായത്തിൽ, എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. എവ്രി ഐസ്, എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. നമ്മളോ നമ്മളുടെ ഓരോ കൂടിവരവുകളിലും നമ്മൾ കർത്താവിനെ ഉയർത്തുവാൻ നമുക്കിടയായി തീരണം. കർത്താവിൻ്റെ വായിലെ വാക്കുകൾക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. കർത്താവിൻ്റെ തൻ്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആ ദൈവസഭ, ആ ഒരു വാല്യൂ, അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയേ നമ്മൾ മതിയാകൂ പ്രിയമുള്ളവരെ. ഇനി തുടർന്നുള്ള സമയം നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരാണ്, നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. നമുക്കൊരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മളത് മറക്കാനായിട്ട് പാടില്ല. വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ശുശ്രൂഷകന്മാരാണ്, ശുശ്രൂഷക്കാരുത്തികളാണ്. ഏതെല്ലാം നിലകളിൽ? 1, നമ്മൾ വചനത്തിൻ്റെ ശുശ്രൂഷക്കാരാണ്, നമ്മൾ വചനത്തിൻ്റെ ശുശ്രൂഷക്കാരാണ്. 2, നമ്മൾ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരാണ്.
അസൈൻമെൻറ്റാണ്, വാക്യമൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോണം കേട്ടോ. എല്ലാം വാക്യമാണ്, ഒന്നും അല്ലാതില്ല. നമ്മൾ വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരാണ്, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകന്മാരാണ്. 3, നീതിയുടെ ശുശ്രൂഷകന്മാരാണ്. 4, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാണ്. 5, ദൈവകൃപയുടെ ശുശ്രൂഷകന്മാരാണ്. 6, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരാണ്. നമ്മൾ ഇതിലേതൊക്കെ പടിയിൽ നമ്മൾ നിൽക്കുന്നു പ്രിയമുള്ളവരെ? വചനത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ, നീതിയുടെ, പുതിയ നിയമത്തിൻ്റെ, ദൈവകൃപയുടെ, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരാണ് നമ്മൾ ഓരോരുത്തരും. അതിന് നമുക്ക് വേണ്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഗൃഹവിചാരകന്മാരാണ്. വി ആർ സ്റ്റുവാർഡ്സ്. അപ്പോൾ വചനത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ, നീതിയുടെ, പുതിയ നിയമത്തിൻ്റെ, ദൈവകൃപയുടെ, ആത്മാവിൻ്റെ നമ്മൾ ഗൃഹവിചാരകന്മാരായിട്ട്, വി ആർ നോട്ട് ദ മാനേജേഴ്സ്, വി ആർ നോട്ട് ദ ഓണേഴ്സ്, അല്ലേ? വി ആർ സ്റ്റുവാർഡ്സ്. നമ്മൾ കാര്യവിചാരകന്മാരാണ്. കാര്യവിചാരകന്മാരിൽ ദൈവം അന്വേഷിക്കുന്നതോ എന്താണ്? വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്. നമ്മൾ വിശ്വാസിയിൽ നിന്നും വിശ്വസ്തതയിലേക്ക് നമ്മൾ മാറണം. ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ ഞാൻ വിശ്വാസിയായി തീർന്നു കൃപയാൽ. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ വിശ്വസിക്കത്തക്ക നിലയിൽ ഈ മർമ്മങ്ങൾ, ഈ ദൈവകൃപയുടെ ശുശ്രൂഷ, ദൈവസഭയുടെ ശുശ്രൂഷ എന്നെ ഭരമേൽപ്പിക്കത്തക്ക നിലയിൽ എന്നിൽ ഒരുപക്ഷെ വിശ്വസ്തത ഉണ്ടാവത്തില്ല. എന്നെ വിശ്വസ്തനെന്ന് എണ്ണാനെങ്കിലുമുള്ള സമർപ്പണം എനിക്കുന്നുണ്ടോ? എന്നെ വിശ്വസ്തനെന്ന് എണ്ണി എന്നെ ശുശ്രൂഷ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ വിശ്വസ്തരായതുകൊണ്ടല്ല, മറിച്ച് എന്നെ വിശ്വസ്തരെന്ന് എന്നെ കാണാനുള്ള എൻ്റെ കർത്താവിന് വേണ്ടി ഒരു സമർപ്പണമെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ പ്രിയമുള്ളവരെ? കർത്താവ് ബാക്കി ചെയ്യും, അതിന് യാതൊരു സംശയവുമില്ല. 1, നമ്മൾ ശുശ്രൂഷകന്മാരാണ്. അതിൻ്റെ സബ് പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. 2, നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണെന്ന് മറക്കരുത് കേട്ടോ. നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. 3, നമ്മൾ ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരാണ്. കാരണം ദൈവമർമ്മങ്ങളെന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ദൈവം തൻ്റെ സഭയെ പണിയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നത് ആർക്കാണ്? ദൈവം ചിലരെ വിളിച്ചു വേർതിരിച്ച് സമർപ്പിക്കപ്പെട്ട ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വിളിയും തെരഞ്ഞെടുപ്പുമുള്ള ആളുകളിലൂടെ തൻ്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദൈവമർമ്മങ്ങൾ എന്നിൽ പകരത്തക്ക നിലയിൽ ഒരു വിശ്വസ്തത എൻ്റെ കർത്താവിനിൽ കാണുന്നുണ്ടോ? കർത്താവിനൊരു ഉറപ്പുണ്ടോ? നമുക്കറിയാം, നമ്മുടെ സഭയിലെ ചെറുപ്പക്കാരെ, യൂത്ത്സിനെയൊക്കെ നമ്മുടെ എൽഡേഴ്സൊക്കെ അവരെ ഇങ്ങോട്ട് വിടാറുണ്ട്, ഫ്രണ്ടിലോട്ട് വിടാറുണ്ട്. എന്താ വിടുന്നതിൻ്റെ കാരണം? അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു 50% എങ്കിലും വിശ്വാസം അവർക്കുള്ളതുകൊണ്ടല്ലേ. സിമ്പിൾ ഞാനങ്ങ് പറയും. അല്ലെങ്കിൽ ഒരു 60% എങ്കിലും അവർക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ. ദൈവം നമ്മളെ വിശ്വസ്തരെന്നെണ്ണണമെങ്കിൽ അത്രയൊന്നും വേണ്ട കേട്ടോ. ഒരു ചെറിയൊരു ഹ്യൂമിലിറ്റി മതി, ചെറിയൊരു താഴ്മ, ഒറ്റ വാക്ക്, കർത്താവെ അടിയനിതാ, ഞാൻ എന്താ കർത്താവെ ചെയ്യണ്ടേ? ഇത്രയും മതി കേട്ടോ, ഒത്തിരിയൊന്നും വേണ്ട. പക്ഷേ നമുക്ക് വേണ്ടത് ഇന്ന് പ്രകടിപ്പിക്കാനുള്ള പ്രകടനത്തിൻ്റെ കഴിവൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം തരുന്നത് അതുപോലെ പറയാൻ നമുക്ക് സാധിക്കണം. അതിനോടൊട്ടും നമ്മൾ കൂട്ടാൻ നമ്മൾ ഇടയാവരുത്. എൻ്റെ മാനുഷിക ബുദ്ധിയിൽ ഞാൻ ദൈവവചനം പഠിക്കാൻ പാടില്ല. ഞാൻ ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടയായി തീരണം. അപ്പോൾ പഴയ നിയമത്തിൽ മോശയെക്കുറിച്ച് പറഞ്ഞ വലിയൊരു സാക്ഷ്യമുണ്ടല്ലോ. അവൻ ഭൂതലത്തിലേക്കും വെച്ച് ഏറ്റവും സൗമ്യതയുള്ള മനുഷ്യൻ. പക്ഷേ പൗലോസ് മോശയെക്കുറിച്ച് എന്താ പറഞ്ഞതെന്നറിയാം? പൗലോസ് പറയുന്നത് എബ്രായ ലേഖനം 3-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ താൻ പറയുന്നത്, മോശയും അല്ലേ, യേശുവിനെ കമ്പയർ ചെയ്യാൻ മോശയെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ എന്നാലോചിച്ചേ.
മോശ ദൈവഭവനത്തിൽ എങ്ങനെ വിശ്വസ്തനായിരുന്നോ അതുപോലെ യേശുവും വിശ്വസ്തനായിരുന്നെന്ന്. സ്റ്റാൻഡേർഡ്, നിലവാരം. അപ്പോൾ നമ്മൾ മിനിസ്റ്റേഴ്സ് ആകുമ്പോൾ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഒന്ന് പറയാൻ കർത്താവിന് ഇടവന്നു എങ്കിൽ, പൗലോസിനോട് കർത്താവ് പറയുന്നു, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മതിപ്രിയമുള്ളവരെ കർത്താവ് പറയത്തക്ക നിലയിൽ. അതോ കർത്താവ് നമ്മളെ കൊണ്ട് പൊറുതിമുട്ടിയോ? കർത്താവ് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണോ? നമ്മൾ ചിന്തിക്കണം. എൻ്റെ ആഗ്രഹം എന്തെങ്കിലും സാധിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, എൻ്റെ കഴിവോ എൻ്റെ മികവോ പ്രകടനങ്ങളോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവം നമ്മളെ തകർത്തുപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ ബ്രൂയിസ് ചെയ്തിട്ട് സീറോയിൽ നിന്ന് ആരംഭിക്കുകയാണ് ദൈവം. സമർപ്പണം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. ദൈവത്തിന് കൃപ പകരത്തക്ക നിലയിൽ ഒരു എംപ്റ്റി വെസലായിട്ട് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാണോ? കർത്താവ് നമ്മളെ ഉപയോഗിക്കും. ദൈവവചനത്തിൽ പറയുന്ന ഭൂലോകത്തെ കീഴ്മേൽ മറിക്കത്തക്ക നിലയിൽ ദൈവം ഉപയോഗിക്കുവാൻ ഈ സാമാന്യ ജനം, വിദ്യാഭ്യാസം പോലുമില്ലാത്ത മുക്കുവന്മാരായിട്ടുള്ള ആളുകളെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ എത്രത്തോളം ഉപയോഗിക്കും? ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തുക. നമ്മൾ ശുശ്രൂഷകന്മാരാണ്. 2, ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരാണ്. 4, നമ്മൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ്. വി ആർ ദ അംബാസഡേഴ്സ്. പകരക്കാരാണ് നമ്മൾ. എനിക്കറിയാം, ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മലയാളികളെ കുറിച്ച് മറ്റുള്ള ആളുകൾ പറയുന്നതൊക്കെ, അവർക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് മലയാളിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവർ ചെയ്യുന്ന എന്താണെന്നറിയാമോ? അവരതങ്ങ് കോമൺ ആയിട്ട് എല്ലാവരെയും, അല്ലെങ്കിൽ സാമാന്യവൽക്കരിക്കും. ഇതാണ് മലയാളിയുടെ സ്റ്റാൻഡേർഡ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ് കേട്ടോ. നമ്മൾ ശ്ലാഘ്യപത്രങ്ങളാണ്. മറ്റുള്ളവർ നമ്മളെ വായിക്കത്തക്ക നിലയിൽ നമ്മൾ കർത്താവിൻ്റെ സ്ഥാനാപതികളായിട്ട്, ക്രിസ്തുവിൻ്റെ പകരക്കാരായിട്ട്, ക്രിസ്തുവിൻ്റെ വായായിട്ട്, ക്രിസ്തുവിൻ്റെ വാക്കായിട്ട് നമ്മൾക്കായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലായിടത്തും ഒന്നും പറ്റിയില്ലെങ്കിലും കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്ന മേഖലകളിലെങ്കിലും വിശ്വസ്തയോടെ കർത്താവിനെ സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ നമുക്ക് കൃപ നൽകട്ടെ. നമ്മൾ ക്രിസ്തുവിൻ്റെ പടയാളികളാണ്. വി ആർ ദ സോൾജിയേഴ്സ്. നമ്മൾ അധ്വാനിക്കുന്ന കൃഷിക്കാരായിരിക്കണം. മുൻമഴയ്ക്കും പിന്മഴയ്ക്കും കാത്തിരിക്കുന്നവരായിരിക്കണം. ഫലം പുറപ്പെടുവിക്കുന്നത് കർത്താവാണ്. പഴയ നിയമത്തിൽ ഒരു വടി, അഹരോന്റെ വടി, ആ ഉണക്ക വടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവച്ചു. എന്താ സംഭവിച്ചേ? അത് തളിർത്തു, പൂത്തു, ഫലം കായ്ച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ വേറെ മാർഗമൊന്നുമില്ല. നമ്മളെ തന്നെ സമർപ്പിക്കുക. കർത്താവേ, ഞാൻ ഒന്നുമില്ല കർത്താവേ, ഐ ആം ആൻ എംപ്റ്റി വെസൽ. നമ്മൾ തളിർക്കും, പൂക്കും, ഫലം കായ്ക്കും. യാതൊരു സംശയവുമില്ല. അതാണ് ദൈവത്തിൻ്റെ വടിയുടെ പ്രത്യേകത. മോശ 40 കൊല്ലം ആടിനെ മേയിച്ച ഒരു വടിയുണ്ടല്ലോ, ആ വടി കൊണ്ട് മുന്നോട്ട് പോകരുത്. നീ ആ വടി നിലത്തിട്. എൻ്റെ വാലെ പിടിച്ചെടുക്കാൻ പറഞ്ഞു, അപ്സൈഡ് ഡൗൺ. അത് പിന്നെയും വടിയായി തീർന്നു. ആ വടിയുടെ പേരാണ് ദൈവത്തിൻ്റെ വടി. അത് നീട്ടിയാലേ ചെങ്കടൽ ഉണ്ടാകത്തുള്ളൂ. അത് നീട്ടിയാലേ അത് മടങ്ങി വരത്തുള്ളൂ. പാറയോട് കൽപ്പിക്കാൻ എവിടെയും ആ ദൈവത്തിൻ്റെ വടി, ആ ദൈവത്തിൻ്റെ അധികാരം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്ന രംഗങ്ങൾ. നമ്മൾ കർത്താവിൻ്റെ ദാസന്മാരാണ്. കർത്താവിൻ്റെ ദാസൻ ഡ്യൂലോസ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മളിങ്ങോട്ട് കയറി വരുന്നിടത്ത് നമ്മുടെ ഷൂ ഒക്കെ ഒന്ന് ചവിട്ടി തൂക്കാൻ ഇട്ടിരിക്കുന്ന ഒരു ചകിരിമത്ത ഉണ്ടല്ലോ. ഗ്രീക്ക് വാക്കിൻ്റെ മീനിങ്ങാണ് പറയുന്നത്, ഡ്യൂലോസിൻ്റെ. കൊരിന്ത്യരോട് പറയുക, നിങ്ങൾ മിടുക്കരാ, നിങ്ങൾ അഴുക്കാവാതിരിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദാസന്മാരായി തീർന്നു. കർത്താവിൻ്റെ ദാസന്മാർക്ക് ഈ ഒരു മനോഭാവം ഉണ്ടാവട്ടെ പ്രിയമുള്ളവരെ.
നമ്മൾ വലിയ പുള്ളികളാവാതെ കർത്താവിൻ്റെ ദാസന്മാരായിട്ട്, ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട്, ശുശ്രൂഷിക്കാൻ താല്പര്യമുള്ളവർ ശുശ്രൂഷ രംഗത്തേക്ക് വരട്ടെ. ആരെ ശുശ്രൂഷിക്കാൻ? കർത്താവിനെയും കർത്താവിൻ്റെ മക്കളെയും. അവിടെയാണ് കർത്താവ് മാനിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ ദാസന്മാരാണ്, നമ്മൾ ദൈവത്തിൻ്റെ മനുഷ്യരാണ്, മറക്കരുത് കേട്ടോ. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, ഒന്ന് നീ വിട്ടോടണം, രണ്ട് നീ അധ്വാനിക്കണം. നീ അധ്വാനിച്ചേ പറ്റുകയുള്ളൂ. നമ്മൾ നടത്തിപ്പുകാരാണ്, കാവൽക്കാരാണ്. കാവൽക്കാരാ രാത്രി എന്തായി എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ കാവൽക്കാരനോട് കണക്ക് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുവാൻ നമുക്കിടയായി തീരണം. നമ്മൾ ദൂതന്മാരാണ് കേട്ടോ, ദൂതന്മാരാണ്, ദൂതുവാഹികളാണ്. കർത്താവ് വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ.